നവംബർ 23 വിശുദ്ധ ക്ലെമന്റ് പാപ്പായുടെ തിരുനാളിൽ ആഗോള സഭ. വിശുദ്ധ ക്ലെമന്റ് യഹൂദ വംശജനായ റോമാക്കാരനായിരുന്നു. വിശുദ്ധ പത്രോസോ പൗലോസോ ആണ് അദ്ദേഹത്തെ മാനസാന്തരപ്പെടുത്തിയത് എന്നാണ് വിശ്വാസ പാരമ്പര്യം. അപ്പസ്തോലന്മാരോട് അടുത്ത ബന്ധം പാലിച്ചിരുന്ന ക്ലെമന്റിനെ ഒരു അപ്പസ്തോലൻ എന്നാണ് പിതാക്കന്മാർ വിളിക്കുന്നത്. 62-ാം ആണ്ടിൽ ഫിലിപ്പിയിൽ വെച്ച് പൗലോസിന്റെ സഹനങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. സ്ലീഹ അദ്ദേഹത്തെ സഹപ്രവർത്തകൻ എന്ന് വിളിച്ചതായി കാണുന്നു. പൗലോസിന്റെ കൂടെ ക്ലെമന്റ് റോമായിലേക്ക് പോയി പത്രോസിന്റെ പ്രസംഗം കേട്ടുവെന്നും അദ്ദേഹം ക്ലെമന്റിന് മെത്രാൻ പട്ടം കൊടുത്തുവെന്നും പറയുന്നു. പത്രോസ് ലീഹായുടെ രക്തസാക്ഷിത്വത്തിന് ശേഷം ആദ്യം ലീനസും പിന്നീട് ക്ലീറ്റസും റോമാ മാർപ്പാപ്പമാരായി. 4ാമത്തെ മാർപ്പാപ്പയായി ക്ലെമന്റ് AD 89 ഭരണമേറ്റു. സഭാമർദ്ദകനായ ഡൊമീഷ്യൻ ചക്രവർത്തിയോടുകൂടെ ഒരേ നഗരത്തിൽ ക്ലെമന്റ് മാർപ്പാപ്പയും താമസിച്ചതായാണ് പാരമ്പര്യം. ക്ലെമന്റ് മാർപ്പാപ്പയുടെ ഗ്രന്ഥങ്ങൾ അമൂല്യങ്ങളാണ്. കൊറിന്ത്യർക്ക് 96-ൽ അദ്ദേഹം എഴുതിയ ലേഖനം നമ്മുടെ കരങ്ങളിൽ എത്തിയിട്ടുണ്ട്. വൈദികരെ എതിർക്കാൻ തുടങ്ങിയ ജനങ്ങൾക്ക് ക്ലെമന്റ് പാപ്പ എഴുതി, വൈദികരോടുള്ള കീഴ്വഴക്കത്തിന് ദൈവം നമുക്ക് സമ്മാനം നൽകും. അവരോട് പ്രദർശിപ്പിക്കുന്ന ബഹുമാനം തനിക്ക് തന്നെ നൽകിയതായി ദൈവം കരുതും. ഇതിൽ നിങ്ങൾ പരാജയമടയുകയാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണെന്നും അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. വിശുദ്ധ ക്ലെമന്റ് പാപ്പായെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.